കേരളം ജയിക്കും, UDF നയിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇറാൻ മിഡിൽ ഈസ്റ്റിലെ 18 കോർപ്പറേറ്റ് കമ്പനികൾ ആപ്പിൾ, മെറ്റ പോലെയുള്ള കമ്പനികളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും അതുമൂലം ഈ കമ്പനികൾ താൽക്കാലികമായി അടക്കുകയും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബുധനാഴ്ച രാത്രി 10 മണിക്ക് ഈ കമ്പനികളെ ആക്രമിക്കുമെന്നും സ്ഥാപനത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നുമായിരുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ആക്രമണം നടന്നോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. യെസ്, ആ ആക്രമണം നടന്നു. പക്ഷേ എല്ലാ കമ്പനികൾക്കും, ഈ 18 കമ്പനികൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടില്ല. മറിച്ച് ദുബായ്, അബുദാബി, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ ആമസോണിൻ്റെ ചില ഡാറ്റാ സെൻ്ററുകൾക്ക് നേരെയാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ സമയത്തിൽ അല്ല ആക്രമണം ഉണ്ടായിട്ടുള്ളത്, പിന്നീട് അർദ്ധരാത്രിയോട് കൂടിയിട്ടൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് പറയപ്പെടുന്നത്. അതേസമയം മറ്റു കമ്പനികളെല്ലാം അതീവ ജാഗ്രതയിലാണ്. ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഏത് സമയത്തും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു അവസ്ഥയിലാണ് ആ കമ്പനികൾ നിലനിൽക്കുന്നത്. നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ കമ്പനിക്കുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നേരിട്ടുള്ള ആക്രമണത്തോടൊപ്പം ശക്തമായ സൈബർ അറ്റാക്കും ഈ കമ്പനികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ബഹ്റൈനിലെ AWS ഡാറ്റാ സെന്ററിന് കേടുപാടുകൾ സംഭവിച്ചെന്നും ചില സർവർ റാക്സ് ആൻഡ് കൂളിംഗ് സിസ്റ്റംസിനെ ഇത് ബാധിച്ചു എന്നുമൊക്കെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൗഡ് ഡൗൺ ടൈം, ചില വെബ്സൈറ്റ്, ആപ്സ് അവയെല്ലാം ടെമ്പററി ഡൗൺ ആകുന്നതും ഡാറ്റ ആക്സസിന് ഡിലേ സംഭവിച്ചതായും ഇത് സംഭവിച്ചില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഉണ്ട് എന്നും ഇല്ല എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. സാരമായാണ് ബാധിച്ചതെങ്കിൽ മണിക്കൂറിൽ കോടികൾ വരെയുള്ള നഷ്ടങ്ങൾ ഈ കമ്പനികൾക്ക് സംഭവിച്ചേക്കാം. ഒപ്പം തന്നെ എൻ്റർപ്രൈസ് ക്ലയൻറ്റ്സ് അഥവാ ബാങ്കിങ്, ഇ കൊമേഴ്സ് എന്നീ സംവിധാനങ്ങളെയും ഇത് ബാധിച്ചേക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചെറിയ ആക്രമണമെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും എന്നതും നമുക്കറിയാം. കാരണം ഈ കമ്പനികൾ അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ വളരെ വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം ഈ കമ്പനികൾക്ക് സംഭവിക്കും. അതിലേക്ക് ഇതിൻ്റെ സർവറിനോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ തോത് വളരെ വലുതായിരിക്കും. ക്ലൗഡ് ഡൗൺ ടൈം, മില്യൺ ആൻഡ് ബില്യൺ ഡോളർ സ്കെയിൽസ് ഇമ്പാക്റ്റ്, സൈബർ സെക്യൂരിറ്റി കോസ്റ്റ് ഇവയെല്ലാം വളരെ ശക്തമായിട്ട് ഉയരും. സ്റ്റോക്ക് മാർക്കറ്റ്, ടെക് സ്റ്റോക്സ്, ഇൻഷുറൻസ് ക്ലെയിംസ് അവയെല്ലാം തകരുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിനിയോഗം അത് വളരെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യും എന്നതും നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ത്യയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. UPI, ബാങ്കിങ് ആപ്പുകൾ, OTT പ്ലാറ്റ്ഫോമുകൾ, ഗവൺമെൻറ് സർവീസ് എന്നിവയെല്ലാം ഇതിനെ ബാധിച്ചേക്കാം. ഇവയിൽ പലതും AWS, ഗൂഗിൾ ക്ലൗഡ്, അസ്യൂർ എന്നിവയെ ആശ്രയിക്കുന്നതാണ് ഇന്ത്യയിലെ പല ബാങ്കിങ് സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുകളും എന്നതാണ് ഈ കമ്പനികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇന്ത്യ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള കാരണം. എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ക്ലൗഡ് ഡൗൺ ടൈം, ആപ്പ് സ്ലോ ആകും, ടെമ്പററിലി അത് ഡൗൺ ആയിട്ട് കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ UPI പേയ്മെൻറ്റുകൾക്കൊക്കെ ഡിലേ സംഭവിക്കും. ചില ഉപഭോക്താക്കൾ തന്നെ UPI ഇടപാടുകൾ സംബന്ധിച്ച സമയം എടുക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ IT സെക്ടറിനെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. TCS, ഇൻഫോസിസ്, വിപ്രോ എന്നിവയെല്ലാം ഈ ക്ലൗഡുകളെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇവയെല്ലാം ഇന്ത്യയിലെ ലീഡിംഗ് IT സെക്ടറുകളാണ്. മാത്രമല്ല സൈബർ സുരക്ഷയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. സൈബർ സുരക്ഷ ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളെയും ഇത് ബാധിക്കുമെന്നാണ്. നിലവിൽ ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഭീഷണികൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഈ കമ്പനികൾക്ക് നേരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ലോകവ്യാപകമായി ബാധിക്കുന്നതിൻ്റെ ഫലമായി ഇന്ത്യയും ഇത് ബാധിക്കും എന്നതാണ് ഇന്ത്യ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. അഥവാ ഓയിൽ ഏതെല്ലാം രാജ്യങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ ഒരു അലയൊലി ഇന്ത്യയിലും സംഭവിക്കുന്നത് പോലെ ഇതും ഇന്ത്യയിൽ ബാധിക്കും എന്നാണ് അർത്ഥം. ഇറാൻ പ്രഖ്യാപിച്ച കമ്പനികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പുറമെ ദുബായിലെ പാം ജുമേറയിലെ ചില ഭാഗങ്ങളിലും ജബൽ അലി പോർട്ടിന് സമീപമുള്ള വ്യവസായ കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്രയേലിന് നേരെ അതിശക്തമായ മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. 20ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം കൊണ്ടുള്ള ആക്രമണമാണ് ഒരേ സമയം ഇറാൻ നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നതും അതിൻ്റെ ചില ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൽ ഇത്
കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ യുദ്ധം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ട ശേഷം ഇറാൻ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത് എന്നതുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ട്രംപിന്റെ യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്ന അവകാശവാദവും പ്രഖ്യാപനവും വന്നു. ട്രംപ് നേരത്തെ പറഞ്ഞത് ഇറാന്റെ നാവികസേന ഇല്ലാതെയായിരിക്കുന്നു, മിസൈൽ സംവിധാനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ലോഞ്ചറുകൾ ഇല്ലാതെയായിരിക്കുന്നു, അതുകൊണ്ട് ഈ യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു, ഒരാഴ്ച കൂടിയോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കോ ഈ യുദ്ധം നീണ്ടു നിൽക്കും, ആ സമയത്ത് ശക്തമായ ആക്രമണം അമേരിക്ക നടത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രസ്താവന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ട്രംപിന്റെ പ്രസ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഈ തകർത്തു എന്ന് പറയപ്പെടുന്ന മിസൈൽ ലോഞ്ചറുകളിൽ വെച്ചുകൊണ്ട് തന്നെ, ആ ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ഏറ്റവും ശക്തമായ 20ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേലിലെ വലിയ കുടിവെള്ള സ്രോതസ്സും ഇറാൻ തകർത്തു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായിരുന്നാലും ഈ വരുന്ന കമ്പനികൾ ഈ IT സെക്ടറുകളിലും അതോടൊപ്പം തന്നെ സൈബർ സുരക്ഷാ മേഖലകളിലുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലീഡിംഗ് 18 കമ്പനികൾ, അതിൽ ഒന്ന് നേരെ മാത്രമാണ്, ആമസോൺ AWSന് നേരെ മാത്രമാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ബാക്കി 17ഉം അവർ കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. നമ്മുടെ യൂത്തിന്റെ ഡ്രീം ഒക്കെ സെറ്റ് ചെയ്യാനേ 5 ലക്ഷം രൂപയാണ് ലോൺ, അതും ഇൻട്രസ്റ്റ് ഇല്ലാതെ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന UDFന് തന്നെ നമ്മുടെ വോട്ട്. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.